ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗിറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് എന്നോട് ഗിറ്റ് എല്ലാ മെറ്റീരിയൽസും മിക്സ് ചെയ്തിട്ടുള്ള ഗിറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാ മെറ്റീരിയൽസും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഗിറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എത്രയാണ് ക്വാണ്ടിറ്റി ഉണ്ടാവുക എന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയൊക്കെയാണ് മേക്ക് ചെയ്യുക എന്നുള്ളതും കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ബൺ മെറ്റീരിയൽസ് ആണ്. ബൺ മെറ്റീരിയൽസ് ഇതാ ഇത്രയും ലെങ്ത്തിൽ 5 എണ്ണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കട്ട് ചെയ്താൽ തന്നെ ഒരുപാടുണ്ടാവും. അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫാൻസി ഷോപ്പുകളിൽ കാണിച്ചു കൊടുക്കാനും സെയിൽ ചെയ്യാനുള്ളതും ഒക്കെ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിലുള്ള ബൺ മെറ്റീരിയൽസ് ആണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഈ വലുപ്പമുള്ളത് ചെറിയ ടൈപ്പിലുള്ള ബൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മതി. വേണമെങ്കിൽ ഞാനൊന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം കേട്ടോ അതിൻ്റെ ലിങ്ക്. പിന്നെ വരുന്നത് ഇതേപോലത്തെ ഒരു ബോർഡ് ടിക് ടാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഈ ടിക് ടാക്കിൽ ഒട്ടിക്കാൻ പറ്റുന്ന ടൈപ്പ് സാറ്റൻ ഫ്ലവർ ആണിത്. ഇതിങ്ങനെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഈ ടിക് ടാക്കിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. സിമ്പിളാണ്. അപ്പോൾ ഇത് ടിക് ടാക്കിൽ മാത്രമല്ല, നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലും ഹെയർ ബാൻഡിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഫ്ലവർ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ടിക് ടാക്കിലൊന്ന് കാണിച്ച് തന്നതൊന്ന് മാത്രം ഇതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി, നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ 6 പീസ് ഉണ്ടാവും കേട്ടോ. ഈ ഫ്ലവറിൻ്റെ 6 എണ്ണം ആയിരിക്കും ഉണ്ടാവുക, 2 കളർ വെച്ചിട്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ടിക് ടാക്ക്, ഫ്ലവർ, ഹെയർ ബാൻഡ് ഇത്രയാണ് കാണിച്ചിട്ടുള്ളത്. അടുത്തായിട്ടുള്ളത് 8 വയർ ഹെയർ ബാൻഡാണ്. ഇത് നമുക്ക് ബീഡ്സ് വെച്ചിട്ടും ഗ്ലിറ്റർ ട്യൂബും ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വയർ ഹെയർ ബാൻഡാണ്. അപ്പോൾ ഗ്ലിറ്റർ ട്യൂബും കുറേ ടൈപ്പ് വരുന്നുണ്ട് കളറ്. ഇതെങ്ങനെയാണ് മേക്ക് ചെയ്യേണ്ടത് എന്നുള്ളതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗ്ലിറ്റർ ട്യൂബ് ഏതൊക്കെ കളറാണ് വരുന്നതെന്ന് ഫസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഓരോ വയർ ഹെയർ ബാൻഡിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലുള്ള ഗ്ലിറ്റർ ട്യൂബാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ 6 കളറ് ഗ്ലിറ്റർ ട്യൂബ് ഉണ്ടാവും കേട്ടോ. ഇങ്ങനത്തെ മൾട്ടി കളർ വൈറ്റും ബ്ലൂ കളറും റെഡും പിന്നെ മെറൂണും യെല്ലോ കളറും ഒക്കെ ആയിട്ടുള്ള അടിപൊളി ഗ്ലിറ്റർ ട്യൂബ് ആയിരിക്കും ഉണ്ടാവുക. ഇനി നമുക്കിതെങ്ങനെയാണ് മേക്ക് ചെയ്യണമെന്ന് കാണിച്ചു തരാം. സിമ്പിളാണ്. നമ്മൾ ഈ വയർ ഹെയർ ബാൻഡിലൂടെ ഈ ഗ്ലിറ്റർ ട്യൂബ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഈ ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഉള്ളിലൂടെ ഒരു ഹോൾസ് ഉണ്ടാവും, അതിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മാത്രം മതി. സിമ്പിളാണ്. പിന്നെ നമുക്കിതിൻ്റെ എൻഡ് ഭാഗത്ത് എൻഡ് ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. എൻഡ് ബീഡിനേക്കാളും എത്രയോ നല്ലതാണ് എൻഡ് ടാപ്പ്. അതാവുമ്പോൾ അതിങ്ങനെ ഇളകി പോരുമൊന്നുമില്ല, അവിടെ തന്നെ നല്ല ടൈറ്റിൽ നിന്നോളും. അപ്പം നമ്മൾ ഈ എൻഡ് ടാപ്പിൻ്റെ അതിങ്ങനെ പറിച്ചെടുത്തതിന് ശേഷം ഇതെങ്ങനെ ഒന്ന് ചുരുട്ടി ഒട്ടിച്ച് കൊടുത്താൽ നമ്മളെ ഗ്ലിറ്റർ ട്യൂബ് ഹെയർ ബാൻഡ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഗ്ലിറ്റർ ട്യൂബ് തന്നെയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. നല്ല തിളക്കം, നല്ല ഷൈനിങ് ഉള്ള ടൈപ്പ് ഗ്ലിറ്റർ ട്യൂബാണ്. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ വയർ ഹെയർ ബാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഇതിൽ തന്നെ വേറെ ടൈപ്പും ചെയ്യാനൊക്കെ പറ്റും. അപ്പം നിങ്ങൾ ഇതിൽ ബാക്കി വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ 8 വയർ ഹെയർ ബാൻഡ് വെക്കുന്നുണ്ട്. അപ്പോൾ 6 ഗ്ലിറ്റർ ട്യൂബ് അല്ലേ, അപ്പോൾ 2 എണ്ണം ബാക്കി ഉണ്ടാവും. അപ്പോൾ ആ 2 എണ്ണത്തിൽ നമുക്ക് ഇതേപോലത്തെ ബീഡ്സ് ഇട്ടിട്ട് ചെയ്യാം. അപ്പോൾ ഒരു പാക്കറ്റ് ബീഡ്സും ഉണ്ട് കേട്ടോ. 20 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ബീഡ്സും ഉണ്ടാവും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വയർ ഹെയർ ബാൻഡിൽ ചെയ്യാം. അതിൻ്റെ നടുക്കായിട്ട് ഗ്ലിറ്റർ ട്യൂബ് വെക്കുക, അല്ലെങ്കിൽ ഗ്ലിറ്റർ ട്യൂബ് വെച്ചതിന് ശേഷം അതിൻ്റെ നടുക്കായിട്ട് ഈ പാസ്റ്റൽ ബീഡൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ ഐഡിയ പോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അതിൻ്റെ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എൻഡിൽ ഒട്ടിക്കാൻ പറ്റുന്ന എൻഡ് ടാപ്പാണ് ഇത്. 1/2 മീറ്ററാണ് ഉണ്ടാവുക. അപ്പോൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇതിൽ ചെയ്താലും ബാക്കി ഉണ്ടാവുന്ന അത്രയും ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ എൻഡ് ടാപ്പ് ഉള്ളത്. നിങ്ങൾക്ക് ഇതിന് ശേഷം പിന്നെയും കുറേ വയർ ഹെയർ ബാൻഡൊക്കെ വാങ്ങിയാലോ ഇതിൽ ഒട്ടിച്ചു കൊടുക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് എൻഡ് ടാപ്പ് ഉള്ളത്. പിന്നെ വരുന്നത് ഇതേപോലത്തെ 3 സാറ്റൻ കവർ ഹെയർ ബാൻഡാണ്. നല്ല
എല്ലാവരും വാങ്ങിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ സാറ്റൻ കവർ ഹെയർ ബാൻഡാണിത്. സാറ്റൻ കവർ ഹെയർ ബാൻഡിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഫോം ഫ്ലവർ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അതിൻ്റെയൊക്കെ വീഡിയോ യൂട്യൂബ് ചാനലിലുണ്ട്, എൻ്റെ ചാനലിലുണ്ട്. പിന്നെ ഇതൊക്കെ ചെയ്ത് കാണിച്ചാൽ ഭയങ്കര ലെങ്തായി പോവും, അതുകൊണ്ടാണ് കാണിക്കാത്തത്. പിന്നെ ഇതേപോലത്തെ മിക്സഡ് കളറ് വരുന്ന പോളൻസും ഉണ്ടാവും. പിന്നെ അതൊക്കെ നമ്മൾ സെൻറ്റർ ക്ലിപ്പിലും ഒക്കെ ഒട്ടിച്ച് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതേപോലത്തെ ഗോൾഡൻ കളർ വരുന്ന 2 മെറ്റൽ ഹെയർ ബാൻഡും ഉണ്ടാവും കേട്ടോ. പിന്നെ വരുന്നത് ഇതേപോലത്തെ സെൻട്രൽ ക്ലിപ്പാണ്. നല്ല അടിപൊളി സെൻട്രൽ ക്ലിപ്പാണ് കേട്ടോ. ഇതിൻ്റെ ഗോൾഡൻ കളർ 2 സിൽവർ കളർ 2 ആണ് ഉണ്ടാവുക. മൊത്തം 4 സെൻട്രൽ ക്ലിപ്പും ഉണ്ടാവും. പിന്നെ ഇത്രയൊന്നും ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വേണ്ട, ചെറിയ ഗിറ്റ് മതിയെങ്കിൽ അതും പറഞ്ഞാൽ മതി കേട്ടോ. ഗ്ലിറ്റർ ട്യൂബ് മാത്രം ചെയ്യാൻ പറ്റുന്ന ചെറിയ ഗിറ്റ് വേണമെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. അതും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കിയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. പിന്നെ വരുന്നത് ഇതേപോലത്തെ 8 അലിഗേറ്റർ ക്ലിപ്പാണ്. 5 സെൻറ്റിമീറ്ററിൻ്റെ അടിപൊളി അലിഗേറ്റർ ക്ലിപ്പാണ്, കളർ അലിഗേറ്റർ ക്ലിപ്പ്. അപ്പോൾ ഇത് 8 ഉണ്ടാവും. ഇതിലാവുമ്പോൾ നമുക്ക് പിന്നെ വേറെ ക്രോസ് ഗ്രെയിൻ റിബണും ഓർഗൻസ റിബണൊന്നും ചുറ്റേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ നമുക്ക് ഫ്ലവറൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 8 അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ടാവും. പിന്നെ ഇതൊക്കെ ഒട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഗ്ലൂ ആണ് കേട്ടോ. 15 രൂപയാണ് ഇതിന്. 10 ml ഗ്ലൂ ആണ്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഉണ്ടാവുക. ഈ കിറ്റിൻ്റെ വില വരുന്നത് 450 രൂപയാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക, നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. പിന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ താങ്ക് യു.